ഇന്ന് 2025 ഒക്ടോബർ മാസം 15 അല്ലേ, ബുധനാഴ്ച. ഞങ്ങളിപ്പോൾ നെതർലാൻഡ്സിൻ്റെ ആംസ്റ്റർഡാമിൽ നിൽക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ആംസ്റ്റർഡാമിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ, തുലിപ് സിറ്റി ടൂറിന് വേണ്ടി ഇറങ്ങുവാണ്. രാവിലെ സിറ്റി ടൂറിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഞങ്ങൾ. കാരണം ക്ലൈമറ്റ് ഇതായതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആംസ്റ്റർഡാമിലാണ്. ഇന്നലെ വൈകിട്ട് ആംസ്റ്റർഡാമിൽ വന്ന് താമസിച്ച് ഇന്ന് ആംസ്റ്റർഡാമിൻ്റെ കാഴ്ചകൾ, സിറ്റി കാഴ്ചകളും മറ്റും കാണുവാനായിട്ട് രാവിലെ പുറപ്പെട്ടു. ഇവിടെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അധികം ബിൽഡിങ്സ്, പഴയ ബിൽഡിങ്സിന്റെ വാതിലിന്, ഫ്രണ്ടിലത്തെ വാതിലിന് ഭയങ്കര വലുപ്പം കുറവാണ്. അതാ ഒരു പണ്ടത്തെ ഒരു ഇതാണ് ഇവിടുത്തെ. അതവർ ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീടിന്റെ മേലെയും ഒരു കയറ് മരത്തെ ഒരു സാധനം താഴോട്ടിട്ടുണ്ടാവും. ആംസ്റ്റർഡാമിലെ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ കനാലിൻ്റെ തീരത്താണോ എന്നൊരു സംശയം തോന്നാം, അല്ലേ? അതായത് കനാലുകളുടെ ഒരു നഗരം കൂടിയാണ് ആംസ്റ്റർഡാം. പക്ഷേ ഇവിടെ ധാരാളം ബോട്ടുകളും മറ്റും പാർക്ക് ചെയ്യുന്നുണ്ട്, വളരെ മനോഹരമായിട്ട്. പക്ഷേ പോളെ മറ്റു കാര്യങ്ങളും ഒന്നും തന്നെയില്ല. ഇത് ആംസ്റ്റർഡാമിൻ്റെ ഒരു കനാൽ കാഴ്ചയാണ്. ആംസ്റ്റർഡാമിൻ്റെ കനാലിൽ കൂടെയുള്ള ഒരു കാഴ്ചയാണിത്. ആലപ്പുഴയിലെ ധാരാളം കനാലുകൾ കാണത്തില്ലേ, അതേപോലെയുള്ള ഇത്. ലോകപ്രശസ്തമായ ഹെങ്കൻ ബിയർ ഉണ്ടാക്കുന്ന ഹെങ്കൻ ബ്രോവറിയാണ് ഈ കാണുന്നത്. ഞങ്ങൾ അതിലേക്കൊരു സന്ദർശനത്തിന് വേണ്ടിയിട്ട് ഇതാ ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഹെങ്കൻ ബ്രിവറി കാണുന്നതിനാണോ ബിയർ അടിക്കുന്നതിനാണോ? ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ട എല്ലാവരും ഓരോ ബിയർ അടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നാട്ടിലാണോ ഇങ്ങനെ നിൽക്കുവോ? ഇല്ലില്ല, നല്ല ധൈര്യത്തോടെ എല്ലാവരും നിൽക്കുന്നത്. ഓരോ ബിയർ അടിക്കാമെന്നാണ് നമ്മുടെ നായകൻ പറഞ്ഞിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുൾപ്പെടെ ഇതാ ബിയർ അടിക്കാൻ നിൽക്കുന്നു. ബിയർ അടിക്കാൻ കൊച്ചു കുഞ്ഞുൾപ്പെടെ. ഞങ്ങൾ ഹെനിങ്കൻ ബ്രിവറിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ കാണുന്ന പച്ച, ഈ പച്ച എന്നാണെന്നറിയാവോ? കുപ്പികളാണ്. ഹെനിങ്കൻ കുപ്പികൾ ആണ് ഈ കാണുന്ന പച്ച നിറത്തിലുള്ള സാധനങ്ങൾ. ഞങ്ങളങ്ങനെ ബ്രിവറിൻ്റെ ഉള്ളിലേക്ക് കയറുവാൻ പോവുകയാണ്. I hope you are enjoying your visit. I am shopping for water. 5% of our beer is just water. Yes. So we're drinking a lot of water every day. And it's too silver. You can get. What is the difference? This is this. This is 750. Yeah, this is 350 yen, 350, 750. Yes. It's outside, yeah. Yes, I'm just a messenger. Yeah. Oh, no, don't you want it? Yeah, I will come in. You want to have a plate? No, it's okay. You don't want. I'll take later. Yeah, but it doesn't matter, huh? Hello, standing there. 350. And this, look.
ഇത് വളരെ പഴക്കമുള്ള ഒരു വിൻഡ് മില്ലാണ്. ഇപ്പോൾ നമ്മുടെ മോഡേൺ തരത്തിലുള്ള വിൻഡ് മില്ലുകൾ ധാരാളമുണ്ട്. പക്ഷേ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു വിൻഡ് മില്ലാണ് ഈ കാണുന്നത്. ചുറ്റുപാടും നെൽപ്പാടം പോലെ കാണുന്നത് നെൽപ്പാടമല്ല, ഇത് പശുക്കൾക്ക് തിന്നാൻ ഉള്ള പുല്ലാണെന്നാണ് തോന്നുന്നത്. ദിസ് ഈസ് സമീറ. Samira, our guide, and she will explain something about Amsterdam and its importance. Okay, please come up. Okay, my name is Samira. Ah. Lovely to meet you here. Yes. Amsterdam is the capital city of the Netherlands. Yeah. And Ah. we are a very small country. Ah. Our country, the total population is Ah. only 18 million. Ah. The capital city of the Netherlands is Amsterdam. Okay. The government city is in The Hague. Ah. And why do we call it the Netherlands? Netherlands means flat land. Okay, flat land. Yes, we are below the sea level. How much below the sea level? When you arrive at the airport Schiphol, it's 5.5 meters below the sea level. Okay. 70% of the country contains water. Okay. And we have actually more bicycles than the population. Ah. In total, we have in Amsterdam 1 million population, but 2 million bicycles. Okay. Yeah. രണ്ട് പേർക്ക് പോകാവുന്ന ഒരു കാറ്. ചെറിയ കാറ്. ആംസ്റ്റർഡാമിൻ്റെ ഒരു പ്രത്യേകത ഇത്തരത്തിലുള്ള ധാരാളം കനാലുകൾ നെടുകയും കുറുകയും ഇവിടെ ഒഴുകുന്നുണ്ട്. അതിൽ കൂടിയും ധാരാളം ബോട്ടുകളും ചെറിയ ക്രൂയിസുകളും രണ്ട് സൈഡിൽ ഇത്തരത്തിലുള്ള മനോഹരമായ കെട്ടിടങ്ങളുമാണ്. ഇതാണ് ആംസ്റ്റർഡാമിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചത്. ആംസ്റ്റർഡാമിൻ്റെ ദൃശ്യമനോഹരമായ കാഴ്ചകൾ. ലേഡി ഡിലേറ്റ പ്ലാൻ ടൂർസ് എന്ന് പറഞ്ഞ് വളരെ നീളത്തിലുള്ള ഒരു ബോട്ടാണോ കപ്പലാണോ രണ്ടും കൂടി ചേർന്നതാണെന്ന് വേണമെങ്കിലും പറയാം. അതിൻ്റെ അപ്പുറത്ത് ഒരു വെള്ള നിറമുള്ള ഒരു ക്രൂയിസ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 5:30 അടുത്തിരിക്കുകയാണ് വൈകുന്നേരം. ഞങ്ങൾ ആംസ്റ്റർഡാമിലെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് ബസ്സിലോട്ട് കയറാൻ പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഞാൻ മുമ്പേ പറഞ്ഞ പ്ലാൻ ടൂർസ് എന്ന ആ ഒരു വലിയ ബോട്ട്, ഇത് ലഫായറ്റ് എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ഫ്രാൻസ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഞങ്ങളുടെ ഇന്നത്തെ ടൂറിൻ്റെ അവസാനമെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും തിരിച്ച് ബസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്.
ആംസ്റ്റർഡാമിൽ നിന്നും ഇന്ന് ജർമ്മനിയിലെ കൊളോണിലേക്ക് ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങുന്നു.